എങ്ങനെയാണ് ഒരു QR കോഡ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക? നിങ്ങൾക്കതൊക്കെ അറിയാമായിരിക്കും. ഓൺലൈനിൽ ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ QR കോഡ് ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് ഇതിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. MEQR കോഡ് ജനറേറ്റർ എന്നാണ്. ഇതൊരു ഫ്രീ QR കോഡ് ജനറേറ്ററാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഞാനത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്താണ് കൊടുക്കേണ്ടത്. അതെല്ലാം ഉണ്ട്. യൂട്യൂബ്, വാട്സപ്പ്, ഇതെല്ലാം ഓഡിയോ, എന്തിനു വേണമെങ്കിലും QR കോഡ് കൊടുക്കാം. അപ്പം നമുക്ക് URL ആണ് വേണ്ടത്. URL ഒരു ലിങ്ക് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്കൊരു ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ഞാനൊരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പേര് കൊടുക്കാനുണ്ട്. ഡോക്യുമെൻ്ററി ഓർ ഷോർട്ട് ഫിലിം. ഇത് ഞാൻ ഡോക്യുമെൻ്ററി ഓർ ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യാനുള്ള ഗൂഗിൾ ഫോംസിൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെൻ്ററി ഓർ ഷോർട്ട് ഫിലിം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി അവർ ചോദിക്കും, അത് എഡ്യൂക്കേഷൻ എന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി കൊടുക്കുക. എന്നിട്ട് കസ്റ്റം ആൻഡ് ഡൗൺലോഡ് QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും QR കോഡ് 53 ടൈപ്പ് ഇത് കൂടാതെ ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ QR കോഡ് ഇങ്ങനെയാണ്. ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് QR കോഡ് മാറുന്നത് കണ്ടോ. QR കോഡ് ഇങ്ങനെ മാറി മാറി വരും. ഈ 53 നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പല ടൈപ്പ് നിങ്ങൾക്ക് കിട്ടും. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാവും QR കോഡ് ഏത് ടൈപ്പ് വേണമെന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോയ്സ് ചെയ്തുകൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടിക്കുള്ളിലായിരിക്കുന്ന ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു QR കോഡ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. QR കോഡ് ഇങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഒരു ഗൂഗിൾ ഫോംസ് ആയതുകൊണ്ട് ആ ഫോംസിനുള്ളിലേക്ക് വരേണ്ടതുകൊണ്ട് അങ്ങനെ ഒരു QR കോഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. QR കോഡ് സെറ്റ് ചെയ്തു, അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ QR കോഡ് അപ്ലൈ ആയി. താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വ്യൂകളെല്ലാം ഇതെല്ലാം മാറ്റാൻ പറ്റും. പല ടൈപ്പ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ QR കോഡ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. വ്യൂ ഓൾ ഫ്രെയിമുകൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഫ്രെയിം വേണമെങ്കിൽ ഇങ്ങനെ ഫ്രെയിമുകൾ സെറ്റ് ചെയ്യാം. ഫ്രെയിം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഈ 53 എണ്ണത്തിൽ എടുത്തതിന് ശേഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10 അതെടുത്തു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ അടുത്ത ജോലി. ഇത്രയും ഫ്രെയിമുകളുണ്ട്, ഷേപ്പുണ്ട്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജോലി എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം PNG വേണം, ഏത് ഫോർമാറ്റിൽ വേണമെന്ന് കാണിക്കും. നമുക്ക് PNG മതി, PDF വേണ്ട, PNG മതി. ഞാൻ ഡൗൺലോഡ് QR എന്ന് കൊടുക്കും. QR കോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, QR കോഡ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് ഡൗൺലോഡ്. ഇനി ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ നോക്കിക്കാവൂ. നിങ്ങളുടെ QR കോഡ് സ്കാനർ എടുത്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാനർ എടുത്ത് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ QR കോഡ് സ്കാനർ ഞാൻ എടുക്കുകയാണ്. താഴേക്ക് വലിച്ചു, QR കോഡ് സ്കാനർ എടുത്തു, സ്കാനർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇമേജ് എടുത്തു. ഇതാണ് എൻ്റെ ഇമേജ് കൊടുക്കേണ്ടത്. ഞാനത് ഇമേജ് കറക്റ്റായിട്ട് എടുത്തു. QR കോഡ് സ്കാനർ കൊടുത്തു. സ്കാൻ ചെയ്യാൻ പറഞ്ഞു, സ്കാനർ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കണ്ടോ, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ലിങ്ക് വന്നിരിക്കുന്ന ഓപ്പൺ ലിങ്ക് കൊടുത്ത് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എന്ത് ചെയ്യും, ഗൂഗിൾ ഫോംസ് ഓപ്പൺ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ ഡോക്യുമെൻ്ററിയോ ഷോർട്ട് ഫിലിമോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അത് QR കോഡാക്കി, വളരെ ഡിസൈനുള്ള QR കോഡാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഒപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുക, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വെറൈറ്റിയുമായിട്ട് അടുത്ത വീഡിയോയിൽ